من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. സമാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിക്കുന്നിടത്ത് വലിയ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയുന്ന മനുഷ്യനോട് ചെയ്യുന്ന ഒരു വസിയ്യത്താണ് അവന്റെ മാതാപിതാക്കളുടെ കാര്യം എന്നുള്ളത്. ആ മാതാപിതാക്കളുടെ തൃപ്തിയോടുകൂടി ജീവിക്കുക, അവരുടെ തൃപ്തിയിൽ അള്ളാഹുവിന്റെ തൃപ്തിയെ നേടിയെടുക്കുക എന്നത് വലിയൊരു ബാധ്യതയായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിന്റെ ഒരു വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം ഇതാ അവന് വസിയ്യത്ത് നൽകുന്നു. എന്നിട്ടതാ ആ ഉമ്മയുടെ പ്രയാസത്തെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, വലിയ പ്രയാസം സഹിച്ചുകൊണ്ട്, പ്രയാസത്തിന് മേൽ പ്രയാസമായിക്കൊണ്ട് അവന്റെ മാതാവ് അവനെ അതാ ഗർഭം ചുമക്കുകയാണ്. വഫിസാലുഹു ഫീ ആമൈൻ, ആ ഗർഭകാലം മാത്രമല്ല പിന്നീട് പ്രസവവും, അതിനുശേഷമതാ 2 വർഷം ആ കുട്ടിയുടെ മുലകുടിപ്രായത്തെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കഷ്ടപ്പാട്, ഉപ്പയുടെ പ്രയാസങ്ങൾ, അതിൽ ഉമ്മയുടെ കഷ്ടപ്പാടിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അനിഷ്കുർലീ
വലിവാലിദൈക ഇലയ്യൽ മസ്വീർ. മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന വസിയത്ത്? അനിഷ്കുർലി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക. ഓർക്കുക, ഇലയ്യൽ മസീർ, എന്റെ അടുത്തേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരെ, നിങ്ങളോട് കരുണ കാണിക്കുന്ന നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും തന്നത് അല്ലാഹയാണ്. അപ്പൊ ഒന്നാമതായി ആ അല്ലാഹ്ക്ക് നന്ദി കാണിക്കണം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ നന്ദി കാണിക്കുക. അതിനോട് കൂടെ തന്നെ ചേർത്തു പറയുന്നു, പൊന്നുമ്മാന്റെ കാര്യം മറക്കല്ലേ, ഉപ്പയുടെ കാര്യം നിങ്ങൾ ഓർക്കണേ. ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും കഷ്ടപ്പാടിനെ, പ്രയാസത്തെ, അവരുടെ ത്യാഗത്തെ, അവരുടെ സ്നേഹത്തെ എടുത്തു പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹ് നിങ്ങളുടെ റബ്ബിതാ നിങ്ങൾക്ക് കണക്കാക്കിയിരിക്കുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, അവനോടല്ലാതെ മറ്റൊന്നിനോടും നിങ്ങൾ ആരാധനകൾ അർപ്പിക്കരുതെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനാ, ഈ തൗഹീദ് പറയുമ്പോ, ഈ തൗഹീദ് പഠിപ്പിക്കുമ്പോ അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ ഒരാളോ അതല്ല രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ നെറ്റി ചുളിക്കരുത്. ചെയ്യുന്ന ഒരു വാക്ക് പോലും അവരോട് പറയരുത്. വിഷമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു നോട്ടം പോലും, ഒരു ഭാവം പോലും ഉമ്മയോടും ഉപ്പയോടും നിന്റെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. വലാ തൻഹർഹുമാ, അവരോട് നീ ഒരു കാര്യത്തിലും തന്നെ കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ രൂപത്തിൽ, ഏറ്റവും മാന്യമായ രൂപത്തിൽ നീ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുക. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നിന്റെ എളിമയുടെ ചിറകുകൾ, നിന്റെ എളിമയുടെ ചിറകുകൾ കാരുണ്യത്തോടുകൂടി നീ അവർക്ക് താഴ്ത്തി കൊടുക്കുക. എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ പ്രയോഗം എന്താണ്? എളിമയോടുകൂടി, കാരുണ്യത്തോടുകൂടി ആ രൂപത്തിൽ അവരെ നീ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ, ചെറുപ്പത്തിൽ എന്നെ കഷ്ടപ്പെട്ട് പോറ്റിയവരാണ്, എന്നെ കഷ്ടപ്പെട്ട് പ്രയാസത്തോടുകൂടി എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാണ്, ഉപ്പയാണ്. അതുകൊണ്ട് അവർക്ക് നീ കാരുണ്യം ചൊരിയണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം ഇബാദത്ത് ചെയ്യണം, മറ്റൊന്നിനെയും വിളിച്ചു തേടരുത് എന്ന് തൗഹീദിന്റെ മർമ്മപ്രധാനമായ കാര്യം പഠിപ്പിക്കുമ്പോ അതിനോട് ചേർത്തുകൊണ്ട് പറയുന്ന വിഷയമാണ് മാതാപിതാക്കളുടെ വിഷയമെന്ന് പറയുന്നത്. അത്രമാത്രം ഗൗരവത്തിലാണ് അവരോടുള്ള കടമയെ, ഉത്തരവാദിത്തത്തെ നാം ഏറ്റെടുക്കേണ്ടത്. പലപ്പോഴും ഉമ്മയോടും ഉപ്പയോടും മാതാപിതാക്കളോടുള്ള ബന്ധം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലൂടെ, ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പം കൂടുതലും ഒരുപക്ഷെ അകലങ്ങളിലുള്ള തങ്ങളുടെ കൂട്ടുകാരോടാണ്, സൗഹൃദങ്ങളോടാണ്. അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ആളുകളുമായി ചാറ്റ് ചെയ്യാനും അവരുമായി സംവദിക്കുവാനും ഒക്കെ ധാരാളം സമയം കിട്ടുന്ന ആളുകൾ തന്റെ വീട്ടിലുള്ള, തന്റെ അടുക്കളയിലുള്ള, തന്റെ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന, ബെഡ്റൂമിൽ കിടക്കുന്ന ഉപ്പയോടോ ഉമ്മയോടോ ഒന്ന് സന്തോഷത്തോടു കൂടി സംസാരിച്ച് കാലങ്ങളായി, അവരെ സന്തോഷിപ്പിച്ചിട്ട് കാലങ്ങളായി, ചേർത്ത് പിടിച്ച് നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് വർഷങ്ങളായി. അതൊക്കെ എന്താണ്? അതിലൊക്കെ എന്തോ വലിയ ഒരു മടിയും അതൊക്കെ എന്തോ ഒരു കുറച്ചിലുമൊക്കെ ആയി കാണുന്ന രൂപത്തിൽ ഇന്നത്തെ കൗമാരക്കാരും ഇന്നത്തെ യുവതി യുവാക്കളും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹാബത്തിന്റെ ചര്യ എങ്ങനെയാണ്? ലാ തുസമ്മിഹി ബിഇസ്മി, പേരുകൊണ്ട് അവരെ വിളിക്കരുത്, ആദരവിന്റെ രൂപമാണ്. അവരെ പേര് ചൊല്ലി വിളിക്കരുത്. വലാ തംശി അമാമഹു, നടന്നു പോകുമ്പോൾ അവരുടെ മുന്നിൽ നടക്കരുത്, നടന്നു പോകുമ്പോൾ അവരുടെ മുന്നിൽ നടക്കരുത്. വലാ തജ്ലിസു ഖബ്ലഹു, ഒരു സദസ്സിലേക്ക് നിങ്ങൾ കയറി ചെല്ലാൽ,
നിങ്ങളുടെ ഉപ്പയോടുകൂടെ ഉമ്മയോടുകൂടെ നിങ്ങളുടെ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ അവരിയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇരിക്കരുത്. എത്രമാത്രം അവരെ ആദരിക്കണമെന്ന്, എത്രമാത്രം അവരെ ചേർത്ത് പിടിക്കണമെന്ന് പറയുകയാണ്. പേര് ചൊല്ലി വിളിക്കരുത്, നടക്കുമ്പോൾ മുന്നിൽ നടക്കരുത്, അവരിയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇരിക്കരുത്. ഇത്രമാത്രം അവരെ പരിഗണിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട്, അതിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ വിഷയം അവരുടെ വാർദ്ധക്യത്തിന്റെ കാലഘട്ടത്തിലാണ്. ഉമ്മക്കും ഉപ്പക്കും ഇങ്ങനെ തോന്നും, ഞങ്ങളൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. അങ്ങനെ തോന്നുന്ന ഒരു പ്രായം വരും അവർക്ക്. ഒരുപാട് നല്ല കഴിവുണ്ടായിരുന്ന, ഒരുപാട് സാമർഥ്യമുണ്ടായിരുന്ന, ഒരുപാട് നന്നായി അധ്വാനിച്ചിരുന്ന, സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന, കുടുംബ ബന്ധങ്ങൾ ധാരാളമായി ഇടപെട്ടിരുന്ന ഇങ്ങനെയുള്ളൊരു കാലമൊക്കെ കഴിഞ്ഞുപോയി. ആ യുവത്വം കഴിഞ്ഞുപോയി. രോഗങ്ങൾ ഇങ്ങനെ ഒരു തലയിൽ നിന്ന് മറ്റു തലയിലേക്ക് രോഗങ്ങൾ ഇങ്ങനെ വന്ന് ഉപ്പയും ഉമ്മയും അവർക്ക് തന്നെ സ്വന്തം അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന്. ഈ രൂപത്തിൽ അവർ വാർദ്ധക്യത്തിലേക്ക് ഇങ്ങനെ നടന്നെടുക്കുമ്പോഴാണ് അവരുടെ ചെറുപ്പത്തിൽ നിങ്ങൾ സ്നേഹിച്ചതിനേക്കാൾ, അവരുടെ ചെറുപ്പത്തിൽ നിങ്ങൾ അവരെ പരിഗണിച്ചതിനേക്കാൾ കൂടുതൽ പരിഗണനയും ചേർത്ത് പിടിക്കലും അവരാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് പ്രത്യേകമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവർ നിങ്ങളുടെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ന് പ്രത്യേകമായി ഉണർത്തിയത്. ബാപ്പയുടെ ശബ്ദം ഇഷ്ടമല്ല, ബാപ്പയുടെ ദേഷ്യം ഇഷ്ടമല്ല, ഉമ്മയുടെ നോട്ടം ഇഷ്ടമല്ല, ഇഷ്ടക്കേടുകൾ ഒരുപാടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലെന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അദ്ദേഹം കണ്ടു, തന്റെ ഉമ്മയെയും വഹിച്ചുകൊണ്ട് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടു. ഉമ്മക്ക് നടക്കാൻ പ്രയാസമാണ്, തവാഫ് ചെയ്യാൻ പ്രയാസമാണ്. ആ ഉമ്മാനെ തോളിലിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടു. അങ്ങനെ അത് പൂർത്തിയാക്കിയിട്ട് ആ മനുഷ്യനതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടുകൂടെ കടന്നു വന്ന് പറഞ്ഞു, അത്തറൈനി ജസൈതുകി, താങ്കൾ കണ്ടില്ലേ എന്റെ ഉമ്മാക്ക് ഞാൻ പകരം ചെയ്തത്, താങ്കൾ കണ്ടില്ലേ അബ്ദുല്ലാ, എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചതിന്, എന്നെ ഉമ്മ എന്നെ പോറ്റി വളർത്തിയതിന് ഞാൻ അവരെ തിരിച്ചു സ്നേഹിക്കുന്നത് താങ്കൾ കണ്ടില്ലേ അബ്ദുല്ലാ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? ലാ വല്ലാഹ് വലാ തുൽഖതം വാഹിദാ, ഇല്ല കേട്ടോ, ഉമ്മയെയും ചുമന്നുകൊണ്ട് തവാഫ് ചെയ്തത് നിന്റെ ഉമ്മ ചെറുപ്പത്തിൽ നിന്റെ വായിൽ വെച്ച് തന്ന ഒരു ഉരുളക്ക് പോലും സമമാവുകയില്ല. ചെറുപ്പത്തിൽ നിനക്ക് വാരിത്തന്ന ഒരു ഉരുളക്ക് പോലും നീ പകരം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ എന്തൊക്കെയോ ചെയ്തു എന്ന് നീ ധരിക്കേണ്ടതില്ല. എന്തു ചെയ്താലും ഉമ്മാന്റെ സ്നേഹത്തിന് പകരമാവില്ല. നീ എന്തു കൊടുത്താലും അത് പകരമാവില്ല. അത് പഠിപ്പിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അത്രമാത്രം വലിയ സ്നേഹമാണ് ആ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം എന്നുള്ളതാണ്. അവരോട് കൂടിയാലോചന നടത്തുക. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, അവർക്ക് വരുമാനമായി തുടങ്ങിയാൽ, കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് വീടിന്റെ അകത്തളങ്ങൾ മാറിക്കഴിഞ്ഞാൽ, അതുവരെ ഉപ്പയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഉപ്പ ഇങ്ങനെ മൂലയിലേക്ക് മാറുമ്പോ, മൂലയിലേക്ക് മാറ്റാനല്ല, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ആ ഉപ്പയറിഞ്ഞുകൊണ്ടും ഉപ്പയുടെ തീരുമാനത്താലുമാണ് ആ കുടുംബത്തിൽ എന്തും നടക്കേണ്ടത്. ചേർത്ത് പിടിക്കണം. ഉപ്പ നമുക്ക് ഇങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ഒരു സംഗതി കണ്ട് അവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട്, കൂടിയാലോചന നടത്തിക്കൊണ്ട് ഇങ്ങനെയാണ് വീട്ടിലെ ഒരു തീരുമാനമെടുക്കേണ്ടത്. അവരറിയാതെ, അവർക്ക് യാതൊരു റോളും ഇല്ലാതെ, കുടുംബത്തിൽ നടക്കുന്ന കല്യാണത്തിൽ അവർക്ക് റോളില്ല, ആഘോഷങ്ങളിൽ അവർക്ക് റോളില്ല. വേണമെങ്കിൽ ഒരു മൂലക്ക് വന്നിരിക്കാം, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാം. അങ്ങനെയൊരു സംസ്കാരം ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരുടെ നേതൃത്വത്തിൽ എല്ലാം നടക്കുന്ന രൂപമുണ്ടാവണം. മനസ്സുകൊണ്ട് പോലും അവർ വിഷമിച്ചു പോകരുത്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അല്ലേ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പോറ്റി വളർത്തിയ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ മറന്നിട്ട് ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന യൗവനങ്ങൾ, കൗമാരങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ കാണുകയാണ്. ഇപ്പോ അത്രയും കാലം നോക്കി വലുതാക്കിയ ഉമ്മാനെ വേണ്ട, ഉപ്പാനെ വേണ്ട, ഇന്നലെ ചിരിച്ചു കാണിച്ച കാമുകനെ മതി. അവന്റെ ആദർശം പ്രശ്നമല്ല, അവന്റെ മതം പ്രശ്നമല്ല, അവന്റെ വ്യവഹാരങ്ങൾ പ്രശ്നമല്ല, അവന്റെ ഏതെങ്കിലും ജീവിതത്തിലെ ശൈലികൾ അവൾക്ക് പ്രശ്നമല്ല.
ഉമ്മയെക്കാളേറെ ബാപ്പയെക്കാളേറെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചവരെക്കാളേറെ ആ കാമുകന് പ്രാധാന്യം നൽകി ഇറങ്ങിപ്പോകുന്ന ആളുകൾ എത്രയോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൗമാരക്കാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കൗമാരക്കാരോട്, ചെറുപ്പക്കാരോട്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും, ഇറക്കിക്കൊണ്ടു പോകുന്നവരോടും ഇറങ്ങിപ്പോകുന്നവരോടും ഒരേ ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും വെറുപ്പ് സമ്പാദിച്ച് ഏത് ദുനിയാവിന്റെ സ്വർഗം തേടിയാണ് നിങ്ങൾ പോകുന്നത്? മനസ്സിൽ ഇങ്ങനെ ഒരു കനല് പോലെ, എന്നും കെടാത്ത കനല് പോലെ ബാപ്പ നിങ്ങളെ കാണിച്ച് കരയില്ല, അവരുടെ കണ്ണ് നിങ്ങളുടെ മുമ്പിൽ നിറയില്ല. പക്ഷേ ജീവിതത്തിന്റെ അവസാനം വരെ ആ വിഷമം അവരുടെ മനസ്സിൽ, എന്റെ കുട്ടി ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ നടന്നിട്ട് ഈ രൂപത്തിൽ പഠിപ്പിച്ചിട്ട് ഈ രൂപത്തിൽ വേണ്ടതൊക്കെ കൊടുത്തിട്ട് തെർബിയത്തും കൊടുത്തു, എല്ലാം കൊടുത്തു, എന്നിട്ടും അപ്പാന്റെ കുട്ടി അങ്ങനെ ചെയ്തല്ലോ എന്ന വിഷമം മരിക്കോളം ഉപ്പാന്റെ മനസ്സൊന്നും മായുകയില്ല. ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അവര് നമ്മുടെ മുമ്പിൽ കരയും, അപ്പ കരയില്ല. ഈ രൂപത്തിൽ അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് തേടിപ്പോയാലും ദുനിയാവിൽ തന്നെ കൊടിയ പരീക്ഷണങ്ങൾ നിങ്ങളെ പിടികൂടും. അതിൽ യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ. ഒരൊറ്റ ചരിത്ര സംഭവം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ബനൂ ഇസ്രായേലുകളിൽ അവരിൽപ്പെട്ട പ്രധാനിയായിട്ടുള്ള ജുറൈജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഭക്തനായിരുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് ജീവിച്ച ജുറൈജ് റഹിമഹുള്ളയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഭക്തനായിരുന്നു, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മനുഷ്യൻ. പക്ഷേ മാതാപിതാക്കളെ എങ്ങനെ, അവരുടെ ഒരു പ്രാർത്ഥന, അവരുടെ മനസ്സിന്റെ ഒരു സങ്കടം ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജുറൈജ് റഹിമഹുല്ലാഹ് അവിടുന്ന് നിസ്കരിക്കുകയാണ് സഹോദരങ്ങളെ. മോശപ്പെട്ടൊരു പ്രവർത്തനമല്ല, ഒരു സുന്നത്ത് നമസ്കാരം അദ്ദേഹം നിർവഹിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്ന് വാതിലിൽ തട്ടി വിളിച്ചു, സലാം ചൊല്ലി, വീണ്ടും 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 ആവർത്തിച്ചു വിളിച്ചു. അദ്ദേഹം നിസ്കരിക്കുകയാണല്ലോ, മറുപടി നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ ആവർത്തിച്ച് വിളിച്ചിട്ടും ഉമ്മാന്റെ വിളിക്കുത്തരം നൽകാത്തതിലുള്ള ദേഷ്യത്താൽ ഉമ്മ മകനെതിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു വ്യഭിചാരിണിയുടെ മുഖം കണ്ടിട്ടല്ലാതെ ഇവൻ ദുനിയാവ് വിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുതേ അല്ലാ എന്ന് ഉമ്മ മകനെതിരെ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഭക്തനാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. ഉമ്മാന്റെ പ്രാർത്ഥന വന്നപ്പോ ചരിത്രം പറയാണ്, ജുറൈജ് റഹിമഹുല്ലാഹ് ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമാവുകയാണ്. ഒരു പെണ്ണ്, ആ നാട്ടിൽ തോന്നിവാസം ചെയ്ത് വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണ് ജുറൈജ് റഹിമഹുല്ലയെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. ഭക്തനായ അദ്ദേഹം അതിനൊന്നും പിടികൊടുക്കുന്നില്ല. അവസാനം ആ പെണ്ണ് വ്യഭിചരിച്ച് ഗർഭിണിയാവുകയും മറ്റൊരാളുടെ ഗർഭത്തെ, മറ്റൊരാളുടെ കുഞ്ഞിനെ ഇത് ജുറൈജിന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വ്യഭിചാര ആരോപണം നടത്തി. ജനങ്ങൾ മുഴുവനും ജുറൈജിന്റെ വീട് വളഞ്ഞു, അദ്ദേഹത്തെ അപമാനിച്ചു, അദ്ദേഹത്തിന്റെ വീട് അവർ നശിപ്പിച്ചു. ചരിത്രം പറയുകയാണ്, അദ്ദേഹം ഭക്തനാണ്, തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പേരിൽ പോലും ഉമ്മയുടെ പ്രാർത്ഥനയാൽ ഒരു വ്യഭിചാരിണിയുടെ മുഖം കാണേണ്ടി വന്ന ആ രൂപത്തിൽ അപമാനങ്ങൾ ഏറ്റു. പക്ഷേ അള്ളാഹുവിന്റെ സഹായമുണ്ടായി. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞ് സംസാരിച്ചുവെന്നാണ് സ്വഹീഹായ ഹദീസാണ്. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അതാ ആ കുഞ്ഞ് സംസാരിക്കുകയാണ്, ജുറൈജ് എന്റെ പിതാവല്ല, എന്റെ പിതാവ് ഇന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജുറൈജ് റഹിമഹുല്ലയുടെ കറാമത്ത് അവിടെ വെളിവാവുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ പിന്നീട് ആദരിച്ചു, അദ്ദേഹത്തിന്റെ വീട് പകരം നൽകി. പക്ഷേ ഞാൻ ഈ സംഭവം ഇവിടെ സൂചിപ്പിച്ചത് ഉമ്മയുടെ ഒരു നിമിഷത്തെ പ്രാർത്ഥന കൊണ്ട് ഇത്രമാത്രം വലിയ പരീക്ഷണം ദുനിയാവിൽ ജുറൈജ് റഹിമഹുല്ലക്ക് നേരിടേണ്ടി വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാരെ, എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ഉമ്മമാര് ഉപ്പമാര് മനസ്സുരുകിക്കൊണ്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന വേണ്ട. അവരുടെ മനസ്സിന്റെ ഗദ്ഗതം കാണുന്ന റബ്ബ് ഈ ദുനിയാവിൽ വെച്ച് നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ രക്ഷയുണ്ടാകുമോ നമുക്ക്? അതുകൊണ്ട് ഗൗരവത്തോടുകൂടി ആ ഉമ്മയോടുള്ള ബാധ്യതകൾ, ഉപ്പയോടുള്ള ബാധ്യതകൾ, നിങ്ങളുടെ കല്യാണവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സംഗതികളും കൃത്യമായിക്കൊണ്ട് ഇസ്ലാമിലൊരു വിവാഹം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പിതാവ്
ആ വലിയാണ് അത് നിർവഹിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ പെൺകുട്ടി മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാനുള്ളതല്ല. ലിബറൽ സംവിധാനങ്ങളുണ്ട്, നിങ്ങളെ ഇറക്കി കൊണ്ടുപോകുന്ന യുക്തിശാസ്ത്രങ്ങളുണ്ട് ഇവിടെ. അതിന്റെ പിറകെ പോകുന്നവരല്ല, ദീനനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ രൂപങ്ങളുണ്ട്. ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ തൃപ്തിയോട് കൂടെയുള്ള ഒരു ജീവിതം മാത്രമേ ഈ ദുനിയാവിൽ നാം ആഗ്രഹിക്കാവൂ എന്ന് മക്കളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദർശ ശത്രുവാണെങ്കിൽ പോലും, തൗഹീദില്ലാത്ത ഉമ്മയാണെങ്കിൽ, തൗഹീദില്ലാത്ത വാപ്പയാണെങ്കിൽ പോലും, ഉമ്മയും ഉപ്പയും അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോടുള്ള ബാധ്യത നിർവഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവ് താൻ ഏതൊരു ആദർശത്തിലാണോ നിൽക്കുന്നത് ആ ആദർശത്തിനെതിരെ നിൽക്കുക മാത്രമല്ല, അതിന്റെ നേതാവ്, പൂജാരി, ബിംബങ്ങളെ നിർമ്മിക്കുകയും അതിനെ കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ബാപ്പയുടെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുന്നത് ആ ഭാഷ പോലും വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ. പൊന്നുപ്പ എന്ന് വിളിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയോട് പ്രബോധനം ചെയ്യുന്നത്. എന്തിനാണ് കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, നിങ്ങളെ യാതൊരർത്ഥത്തിലും സഹായിക്കാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് എന്ന് ആ ബാപ്പയോട് തൗഹീദ് പറയുമ്പോൾ പോലും വിഗ്രഹാരാധകനായ ബാപ്പയാണെങ്കിലും അത് ബാപ്പയാണോ എന്ന ബോധ്യത്തിൽ സ്നേഹത്തോടു കൂടെ വിളിക്കുന്ന ഇബ്രാഹിം നബി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, അല്ലാഹുവേ നീ എന്നെ ഒരിക്കലും അനാദരിക്കില്ലെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തതല്ലേ, എന്റെ ബാപ്പ നരകത്തിൽ കിടക്കുന്നതിനേക്കാളും വലിയ അനാദരം എനിക്കെന്താണ്? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണോ, എന്റെ ബാപ്പ നരകത്തിൽ കിടക്കുന്നതിനേക്കാളും ഇബ്രാഹിമിന്റെ പിതാവ് നരകത്തിലാണെന്ന് പറയുന്നതിനേക്കാളും അനാദരവ് മറ്റെന്താണ്? ഇബ്രാഹിം നബിയോടതാ ആഹ്വാനം ഉണ്ടാവുകയാണ്. ബാപ്പ എവിടെയുണ്ടോ നരകമാണ് ബാപ്പാക്ക്. ആ ബാപ്പയിലേക്ക് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അതാ അദ്ദേഹത്തിന്റെ രൂപം അല്ലാഹു മാറ്റുകയാണോ? അതാ ഒരു ഉടുമ്പിന്റെ രൂപത്തിൽ, അതുപോലെ മറ്റൊരു രൂപത്തിലേക്കെന്ന് മറ്റൊരു റിവായത്തിൽ കാണാം. ഏതായിരുന്നാലും ശരി, ആ രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവിടെ പോലും ഇബ്രാഹിം നബി ബാപ്പാക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാം അള്ളാഹിനോട് പറയാണ്. അത്രമാത്രം വലിയ സ്നേഹമാണ്. അപ്പൊ നരകം കൊടുക്കുക എന്നുള്ളത്, തൗഹീദില്ലാത്ത ആൾക്ക് നരകം കൊടുക്കുക എന്നുള്ളത് അള്ളാഹ് എഴുതി വെച്ചതാണ്. ആ നരകത്തിൽ അദ്ദേഹം കടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇബ്രാഹിം, എന്റെ ഉപ്പയുടെ രൂപം മാറിയിട്ടുണ്ട്, ആളുകൾക്ക് ഇനി അത് തിരിച്ചറിയാൻ കഴിയുകയില്ല. ഈ രൂപത്തിൽ ബാപ്പയെ സ്നേഹിക്കുന്ന മക്കൾ, പ്രിയപ്പെട്ടവരെ, അവർ മറ്റൊരാദർശത്തിലാണെങ്കിൽ പോലും ഇതാണ് നമ്മളോട് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. സ്വർഗത്തിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കാണുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അത് കണ്ടപ്പോ, സ്വപ്ന ദർശനമുണ്ടായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് കദാലിക്കൽ ബിർ, അത് തന്നെയാകുന്നു പുണ്യം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പുണ്യം? വകാന അബർറന്നാസി ബി ഉമ്മി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മയെ ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരാളുണ്ടായിരുന്നില്ല എന്നതാണ്. സ്വർഗത്തിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചു. അപ്പൊ അത്രമാത്രം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാണുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഗണന നൽകി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവിധ തൃപ്തിയും അവരിൽ നിന്ന് നേടുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് മക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ മുന്നിൽ പോയി ക്ഷമ ചോദിക്കുവാൻ, പൊരുത്തം വാങ്ങുവാൻ, മരിച്ചു കഴിഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തി നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. മരണപ്പെട്ടു പോയ ഉമ്മയും ബാപ്പയുമാണെങ്കിൽ റബ്ബിന്റെ മുന്നിൽ കരയുക. അവരോടെന്തെങ്കിലും അരുതാത്തത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് തൃപ്തിയില്ലാത്ത എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ദുനിയാവെന്ന് തന്നെ കിട്ടും സഹോദരങ്ങളെ. പല രൂപത്തിൽ തിരിച്ചറിയില്ല നമ്മൾ, ഇതെന്തപ്പി പരീക്ഷണമെന്ന്.
അല്ലാഹ് തരും. അത് ദുനിയാവിലും തരും, ബാക്കി ആഖിറത്തിലും തരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി നേടിയെടുക്കുന്ന, മാതാപിതാക്കളുടെ തൃപ്തി നേടിയെടുക്കുന്ന, അങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്ന സ്വാലിഹീങ്ങളാക്കി നമ്മേവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത്, ഇന്നി ലഅഅലമു അമലൻ അഖറബു ഇലല്ലാഹി അസ്സ വജൽ മിൻ ബിർറിൽ വാലിദ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു അമലും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അത്രമാത്രം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെയും ഈ വിഷയത്തിൽ കണ്ടത് എന്നതാണ്. മാത്രമല്ല, താബിഈങ്ങളിൽപ്പെട്ട ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു താബിഈ ജീവിച്ചിട്ടും സ്വഹാബത്തിന്റെ ദറജയിലേക്ക് ഉയർന്ന മഹാനായ ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ അദ്ദേഹത്തെ കാണാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ, ആ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അയാളോട് നിങ്ങൾ ആവശ്യപ്പെടുക. കാരണം അത്രമാത്രം അല്ലാഹ്ക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്. ആരോടാ പറയുന്നത്? റസൂലിന്റെ മുന്നിലിരിക്കുന്ന, റസൂലിനെ കണ്ട, റസൂലിന്റെ ക്ലാസ് കേട്ട, അതനുസരിച്ച് ജീവിക്കുന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യൻ ഉണ്ടാവും, ആ മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ, ഇന്ന ഇന്ന അടയാളങ്ങളാൽ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ആ വ്യക്തിയോട് ആവശ്യപ്പെടുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ആ വ്യക്തിയെ തിരിച്ചറിയുന്നത്. അങ്ങനെ അടയാളങ്ങൾ സഹിതം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അയാളോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഉവൈസുൽ ഖർനി. അദ്ദേഹത്തിന്റെ പ്രത്യേകത, തന്റെ ഉമ്മയെ അത്രമാത്രം പരിചരിച്ച, സ്നേഹിച്ച, അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുത്ത ഒരു മനുഷ്യൻ. ഇത്രമാത്രം വലിയ പ്രാധാന്യമാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരോടുള്ള ഉത്തരവാദിത്തമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്ന് മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, പ്രത്യേകിച്ചും വളർന്നു വരുന്ന മക്കൾക്ക്, കൗമാരക്കാരായ ചെറുപ്പക്കാരായ യുവതീ യുവാക്കൾക്ക് പ്രത്യേകമായും അത് സാധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, നമുക്കറിയാം ദഅവത്ത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനിയൊരു പ്രവാചകൻ നമ്മിലേക്ക് കടന്നു വരാനില്ല. നമ്മളാണ് നാം അറിഞ്ഞ ഈ സത്യത്തെ, ഈ തൗഹീദിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. അതിലെ മെമ്പർമാരാവുക എന്നുള്ളത് മാത്രമല്ല, ആ മെമ്പർഷിപ്പ് അനുസരിച്ചുകൊണ്ട് ആ ദഅവ സംരംഭങ്ങളിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഈ ഒരു അമാനത്ത് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, മെമ്പർഷിപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത 5 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന മീറ്റിംഗ് ഈ വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പത്തപരിയം മുർഷിദുൽ അനാം മദ്രസയിൽ വെച്ച് ചേരുകയാണ്. ആ ഒരു മീറ്റിംഗിലേക്ക് എല്ലാ മെമ്പർമാരും എത്തിച്ചേരണമെന്നും വളരെ ക്രിയാത്മകമായി കൊണ്ട് ചർച്ചകളിൽ ഇടപെടണമെന്നും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്നും ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അസ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ പിടിച്ച് സത്യം ചെയ്തു പറയുന്നത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും സകല മനുഷ്യരും നഷ്ടത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും മാത്രമല്ല സത്യം കൊണ്ടും ക്ഷമയോടുകൂടി സതുപദേശം നടത്തുകയും ചെയ്തവരൊഴികെ, ദഅവത്ത് ചെയ്തവരൊഴികെ, ഈ ബാധ്യതയെ, പരിശുദ്ധ ഖുർആനി പഠിപ്പിക്കുന്ന ബാധ്യതയെ ഏറ്റെടുക്കുവാൻ നാം സന്നദ്ധരാണ്. അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ.